പ്രിയ കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് തിരൂർക്കൊരു യാത്ര പുറപ്പെടുകയാണ്. ഞാനും മകളും മരുമകനും പേരക്കുട്ടിയുമായിട്ടാണ് പോകുന്നത്. പേരക്കുട്ടിയുടെ ആവശ്യാർത്ഥം ഒരു ഷൂട്ടിംഗ് അവിടെ നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. തിരൂരിലെ ഏതോ ഒരു തിയേറ്ററിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 3-4 സിനിമകൾ ഒന്നിച്ച് നടത്തുന്ന ഒരു വലിയ തിയേറ്ററാണ്. അവിടെ അതിൻ്റെ ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന പോക്കിൽ അല്പം വെള്ളം കുടിക്കാമെന്ന് നോക്കിയപ്പോൾ ഒരു സ്ഥലത്തും ഈ കടകളൊന്നും കാണുന്നില്ല. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പല കടകളും ഇപ്പോഴും അടഞ്ഞ് തന്നെ കിടക്കുകയാണ്. കാരണം എന്താണെന്നറിയില്ലേ? റംസാൻ്റെ കാലമല്ലേ, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാൻ കഴിയുന്നില്ല. അങ്ങനെ ഞങ്ങൾ കോട്ടയ്ക്കൽ ഭാഗത്തു കൂടെയാണ് പോകുന്നത്. പോയി കുറേ റോഡ് സൈഡിലെല്ലാം ധാരാളം മാങ്ങകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്തോ കൊതി തോന്നുകയാണ്. ഇത്രയും മാങ്ങകളൊന്നും നമ്മുടെ നാട്ടിലില്ല. എന്തൊരു മാങ്ങയാണ്! മാങ്ങകളെല്ലാം പൂത്ത് പറിക്കാൻ തോന്നുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഹരം തോന്നി ഇതൊക്കെ കണ്ടപ്പോൾ. ഏതായാലും ഞങ്ങൾ യാത്ര അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കോട്ടയ്ക്കൽ ഭാഗത്തൊരു ഫേമസായ ആയുർവേദിക് ഹോസ്പിറ്റലില്ലേ, ആ ഹോസ്പിറ്റൽ, അതായത് ഈ വിദേശികളെല്ലാം വന്നിട്ട് അവിടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എന്ന് പറയുന്ന ആ ഹോസ്പിറ്റലിൻ്റെ മുൻവശത്തു കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ദൂരം ഞങ്ങളങ്ങനെ നടന്നു. ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ നന്നായിരുന്നു എന്ന മട്ടിൽ അങ്ങനെ പോവുകയാണ്. പക്ഷെ ഒരു തുറക്കാൻ ഒരു കടകൾ പോലും കാണുന്നില്ല തുറന്നതായിട്ടുള്ള. എന്നാൽ അവസാനം ഞങ്ങൾ അവിടെ എത്തി. തിയേറ്ററിൻ്റെ അടുത്ത് എത്തിയാൽ അവിടുത്തെ ഞങ്ങളെ VIP കോട്ടയിലാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു തുള്ളി വെള്ളം തന്നെ കിട്ടാതിരിക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇവരും ആ നോമ്പിൻ്റെ ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് എന്തോ വെള്ളം കിട്ടിയാലായി. അങ്ങനെ കുറേ ദൂരം ഞങ്ങളിങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ പല പല സ്ഥലങ്ങൾ, ഞങ്ങൾ അറിയപ്പെടാത്ത പല സംഗതികളും കാണുന്നുണ്ട്. തിരൂരെന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രദേശമാണ്. ഇതാണ് നമ്മുടെ ആര്യവൈദ്യശാല എന്ന് പറയുന്ന സ്ഥലം, കോട്ടയ്ക്കൽ. അതിന് മുന്നിൽ ഞങ്ങൾ കുറച്ച് നോക്കിയിരുന്നു. പക്ഷെ അതിൻ്റെ മുൻവശത്തൊക്കെ മാവുകളിങ്ങനെ പൂത്ത് ഒലഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ നല്ലൊരു രസം. ഏതായാലും അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറേ ദൂരം ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാണാൻ നല്ല രസം. റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം കടകളുണ്ടെങ്കിലും പലതും അടഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാഹനങ്ങളൊക്കെ എന്തോ കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ ഒരു സ്ഥലത്ത് കയറുകയാണ്. ആ പെട്രോൾ പമ്പിൻ്റെ മുമ്പിലും ഉണ്ട് ഒരുപാട് മാങ്ങകൾ. പറിക്കാൻ കഴിയുമെന്ന് താഴെയുള്ളതൊക്കെ ആരോ പറിച്ചു പോയിട്ടുണ്ട്. മുൾഭാഗത്ത് നോക്കിയിട്ട് കിട്ടിയതുമില്ല. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി.
സന്തോഷം. മറ്റൊരു സന്തോഷം കൂടി ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നമ്മുടെ അടുത്തൊരു സിനിമ സലാം മെഹദി എന്നൊരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട VMS പെരുമണ്ണൂർ നമ്മുടെ അനാച്ഛാദനം ചെയ്യും. അതിനുവേണ്ടി പ്രിയപ്പെട്ട സംവിധായകൻ റാഫി താനൂര്, പിന്നെ മോഹൻജി സാർ ക്യാമറമാനും ഫ്രണ്ടിലേക്ക് വരട്ടെ. ക്യാമറമാനൊന്ന് ഫ്രണ്ടിലേക്ക് വരട്ടെ. അത് ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റ് കഴിഞ്ഞൊരു പടമാണ്. ഡബിങ്ങിൽ നിൽക്കുകയാണ്. ക്യാമറാമാൻ ഉസ്മാൻകുട്ടിയാണ്. പിന്നെ പ്രധാന കഥാപാത്രം ചെയ്യുന്നത് കാതിർക്കയാണ്. രണ്ടാമത്തെ കഥാപാത്രം നായകനാണ് ഈ നിൽക്കുന്നത്. മറ്റേ ദൈവിക് എന്നാണ് പേര്. സ്ഥലത്തിന്റെ പേരാണ് അരീക്കോട് കീശ്ശേരി അരീക്കോട്. അതേപോലെ ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്ന ആളാണ് നമ്മളെ സോമേട്ടൻ. അപ്പൊ ഇതൊരു ചെറിയ പടം, കുട്ടികളുടെ സിനിമയാണ്. അപ്പൊ അതിന്റെ ഒരു പോസ്റ്റർ പ്രകാശനാണ്. ഇല്ല, അവിടെ ശാലിനി, ശാലിനി രാജിയുടെ ശാലിനിയെ ഇവിടെ പ്രവീൺ അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. തിയേറ്ററിൻ്റെ ഉള്ളിലൊരു സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സിനിമ ഞങ്ങൾ കാണുകയാണ്. സിനിമയുടെ ഹാളിൽ നിന്ന് പ്രവേശിക്കുന്ന ലാസ്റ്റാണ് ഇപ്പോൾ കാണുന്നത്. തിയേറ്ററിൽ നിന്ന് എല്ലാവരും സിനിമ കണ്ട് ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷം, നല്ലൊരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് സലാം ദി മെഹദി, അതായത് പേരക്കുട്ടിയുടെ സിനിമ വരാൻ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു പോരുന്ന വഴിയിൽ ഞങ്ങളൊരു തുണി ഷോപ്പിൽ കയറിയാണ്. ആ തുണി ഷോപ്പിൽ നിന്ന് ധാരാളം തുണികളൊക്കെ എടുക്കുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത്. ബാഗ് നോക്കാം. ഇത് എനിക്കിരിക്കാൻ